നമ്മൾ കാണുന്ന ഈ ഒരു ലോകങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് അറിയോ? തോറും ലോക്കിയൊക്കെ അടങ്ങിയില്ല നോസ് മിത്തോളജി അനുസരിച്ചിട്ടാണെങ്കിൽ തുടക്കത്തിൽ ഇവിടെ ദൈവങ്ങളോ മനുഷ്യരോ ഭൂമിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് 2 വലിയ ലോകങ്ങൾ മാത്രമാണ്. ഒന്ന് മുസ്പെൽഹൈം, ഈ തീയും അഗ്നിയൊക്കെ നടന്നിട്ടുള്ള ഒരു വലിയ ലോകം. രണ്ടാമത് നിഫൽഹൈം, ഈ തണുപ്പും മഞ്ഞൊക്കെ അടങ്ങിയുള്ള ഒരു ഇരുണ്ട ലോകം കൂടി. ഈ 2 ലോകങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഗിന്നുൻഗെ ഗ്യാപ്പ്. ഒരു വശത്ത് തിജ്ജും മറ്റു വശത്ത് മഞ്ഞും ഈ ഒരു ഗ്യാപ്പ് ഇങ്ങനെ എത്തി തുടങ്ങി. അങ്ങനെ തിജ്ജും മഞ്ഞൊക്കെ പാടെ കൂടി ചേർന്നിട്ട് ലോകത്തിൽ ആദ്യത്തെ ജീവനുണ്ടായി. അവന്റെ പേരായിരുന്നു ഇമീർ. പക്ഷേ ഇമീർ ഒരു സാധാരണ ജീവി ആയിരുന്നില്ല, അവനായിരുന്നു ആദ്യത്തെ ഫ്രോസ്റ്റ് ജയന്റ്. ഇമീറിന്റെ ശരീരത്തിൽ നിന്ന് പിന്നെ വീണ്ടും ജയന്റ്സുകളൊക്കെ ജനിക്കാൻ തുടങ്ങി. അതേസമയം മഞ്ഞിൽ നിന്ന് മറ്റൊരു അത്ഭുത ജീവി കൂടി ഉണ്ടായി, ഊതുംല എന്നൊരു ഭീമാകാരമായ പശു. ആ പശുവിന്റെ പാല് കുടിച്ചിട്ടാണ് ഇമീറൊക്കെ ജീവിച്ചിരുന്നത്. ഒരു ദിവസം ഈ ഊതുംല ഈ മഞ്ഞാട്ടകൾ ഇങ്ങനെ നക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. അവന്റെ പേരായിരുന്നു ഭൂരി. ഭൂരിന്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ നമ്മൾ കേട്ടിട്ടില്ല ഈ തോറും ഓടിനൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഗോഡ്സിന്റെ വംശം അങ്ങോട്ട് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ നിന്നാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഈ ഓടിനും ബ്രദേഴ്സൊക്കെ പാടെ കൂടിയിട്ട് ഇമീറിനെ അങ്ങോട്ട് കൊന്നു. എന്നിട്ട് ഓന്റെ ശരീരം വെച്ചിട്ട് ഒരു പുതിയ ലോകം അങ്ങോട്ട് ഉണ്ടാക്കി. എന്തിനായിരിക്കും ഓലൊക്കെ പാടെ ഇങ്ങനെയൊക്കെ ചെയ്തത്? ആൻഡ് ഇതൊക്കെ പാടെ എങ്ങനെ സംഭവിച്ചു? ബാക്കി പാർട്ട് 2.